ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2:5 ഇങ്ങനെ വായിക്കുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, പാപങ്ങൾ മോചിച്ചു തരുവാൻ മനുഷ്യന് സാധിക്കത്തില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനുശേഷമുള്ള വചനം ഇങ്ങനെ വായിക്കുന്നു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ശാസ്ത്രിമാർക്ക് തോന്നിയ ഡൗട്ട് ഇന്ന് ഒരു വിഭാഗം ആൾക്കാർക്ക് തോന്നാറുണ്ട്. യേശു ദൈവം അല്ല എന്ന് പറയുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ യേശുവിൻ്റെ ദൈവത്വത്തെ ഇന്നാൾ വരെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളോട് വചനം എന്താ പറയുന്നത്? വചനം പറയുന്നു, 1 യോഹന്നാൻ 2:22 ഇങ്ങനെ വായിക്കുന്നു. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. അതെ, ഞാൻ പറയുന്നതല്ല, കർത്താവിൻ്റെ തിരുവചനം പറയുന്നതാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവരോടുള്ള മറുപടിയായത്. കർത്താവിൻ്റെ വചനം പറയുന്നു, ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളനാരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു. അതെ, യേശു തന്നെ വഴിയും സത്യവും ജീവനും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 ഇങ്ങനെ വായിക്കുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, യേശുവിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തി പോലും നിത്യതയ്ക്ക് അവകാശികളായി തീരത്തില്ല. യേശു മാത്രമാണ് വഴിയും സത്യവും ജീവനും. അവങ്കൽ മാത്രമാണ് നിത്യതയിലേക്കുള്ള വഴി. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു. ഇന്ന് പകൽ ഒരു സുവർണ അവസരമാകുന്നു നിങ്ങൾക്ക്. ഈ ദൂത് കേട്ടിട്ട് അതിനെ തള്ളിക്കളയാതെ ഹൃദയം കൊണ്ട് ഈ ദൈവവചനം സ്വീകരിച്ചാട്ടെ, യേശുവിനെ സ്വീകരിച്ചാട്ടെ. ഒരു മനുഷ്യ ശബ്ദമായി ഇന്ന് പകലിൽ ഇത് കൈക്കൊള്ളാതെ ദൈവ ശബ്ദമായി തന്നെ കൈക്കൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നിത്യതയ്ക്ക് അവകാശികളായി തീർന്നാട്ടെ. കർത്താവ് പറയുന്ന കൽപ്പനകൾ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ, കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയ്ക്ക് അവകാശികളായി തീരത്തുള്ളൂ. അതെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാട്ടെ. ആ നിത്യതയ്ക്ക് അവകാശികളായി തീരണമെങ്കിൽ നിങ്ങളുടെ മറ്റൊന്നുമല്ല എൻ്റെ സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നത്. നിങ്ങളുടെ സമ്പത്ത് അവൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ പൈസ അവൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ പൊസിഷൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തെയാണ് അവൻ ചോദിക്കുന്നത്. അതെ, നിങ്ങളും ദൈവമായിട്ടുള്ളൊരു ബന്ധം, ആമേൻ, സ്തോത്രം, ആ പിതാവെന്നുള്ളൊരു ബന്ധം ഇന്ന് പകലിൽ ഒന്ന് ഉടലെടുക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ട് അത്ര ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത്. യേശുപ്പച്ചൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ക്രൂശിൽ യാഗമായത്? ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഞാൻ ഉൾപ്പെടെയുള്ള സകലരുടെയും നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടത്രേ യേശുപ്പൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്, ക്രൂശിൽ യാഗമായത്, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കും. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുവരെ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലപ്പൻ അവരെ തുടരണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകല മാനവമൊത്തം ദൈവത്തിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.